ഹലോ, നമ്മൾ അങ്ങനെ പെരക്കെത്തിയിട്ട് കൊണ്ടുവന്ന സാധനമെല്ലാം എടുത്തേക്കുന്നുള്ളതാണ്. ഇത് നമ്മൾ ബീഫ് വാങ്ങി, നമ്മൾക്ക് നാളെ ഉസ്താദിൻ്റെ ചോറാണ്. അങ്ങനെ ബീഫ് വാങ്ങിയതാണ്. അതിപ്പോൾ മുറിച്ചിട്ട് തന്നെ ഇനി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 കിലോ ബീഫാണ് വാങ്ങിയത്. ഷോപ്രിക്സിൽ നിന്ന് വാങ്ങിയ കടിയാണ്. ഒരു കുഞ്ഞ് ബർഗറും ഇത് കുഞ്ഞിക്കാണ് കട്ട്ലേറ്റ് വാങ്ങിയ. പിന്നെ അവിടെ ഒരു പുതിയൊരു ഐറ്റം ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചതാണ്. എന്തെന്നറിയില്ല, ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ടാണ് അറിയണമെങ്കിൽ. പിന്നെ തക്കാളി, പച്ചക്കറി ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കല്. ഉള്ളി നമ്മൾ ഈലാന്ന് ഇട്ടേക്കുന്നത്. ഉള്ളി എല്ലാം ഒന്നിച്ചിട്ട് ഇട്ട് വെച്ചാൽ ബടുക്കായി പോന്നായിട്ട്. കുറച്ച് ഉള്ളി ഇവിടെ ഉണ്ട്, മുമ്പ് കുറച്ച് ഉള്ളിയിലുണ്ടായിന്. നമ്മൾ ഇതിനൊന്നിച്ച് തന്നെ ബറാത്തിന് ആവശ്യമായ സാധനമെല്ലാം ബറാത്താവാനല്ല, അങ്ങനെ ബറാത്തിന് ആവശ്യമുള്ള സാധനമെല്ലാം വാങ്ങിന്. നമുക്കിപ്പോൾ ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ബക്കറ്റിൽ ഇട്ടേക്കുന്നതാണ്. പഞ്ചസാര ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഇടുന്ന പാത്രത്തിലുണ്ട്. വെല്ലം, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അങ്ങനെ എണ്ണയും നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നതെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലുണ്ട്. ബേക്കറി സാധനങ്ങളെല്ലാം നമ്മൾ ഈ ബക്കറ്റിലാണ് ഇട്ടേക്കൽ. ഇത് ബേക്കറി ആയിട്ട് കാര്യമായിട്ട് അങ്ങനെ ഒന്നും വാങ്ങിയിട്ട് 6-ാം നമ്പറും ഈ ബിസ്ക്കറ്റും മാത്രമേ വാങ്ങിയിട്ടു. മന്തിൻ്റെ സാധനങ്ങളെല്ലാം ഇത് നമുക്ക് ബറാത്തിന് മന്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടാണുള്ളത്. ഇതെൻ്റെ ഫേവററ്റായ ഒരു അച്ചാറാണ്, ഈത്തപ്പഴവും നാരങ്ങയും ഉള്ളത്. ഇതിനോട് ഞാൻ 2 ബോട്ടിൽ വാങ്ങിയാണ് ഗൈസ്. ഇത് ഉസ്താമാർക്ക് കൊടുക്കാനുള്ളതാണ്, ഇത് നമുക്ക്. ഈ സാധനം എന്തെന്ന് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.